ഇത് സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വീടിനുള്ളിലൂടെ അവസാനമില്ലാത്തൊരു ഇടനാഴിയിലൂടെ നടക്കുന്നു. ചുവരുകൾ പഴയകാലത്തെ കണ്ണാടികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും അവയൊന്നും നിങ്ങളുടെ മുഖത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല. പകരം സ്വന്തമായി ശ്വാസമുള്ളതുപോലെ നീങ്ങുന്ന, മാറുന്ന നിഴലുകളെ മാത്രം അവ കാണിക്കുന്നു. അകലെയുള്ള അറ്റത്ത് പകുതി തുറന്ന ഒരു വാതിൽ, മൃദുത്വത്തിൽ ദ്രാവകം പോലെ തോന്നിക്കുന്ന ഒരു മങ്ങിയ വെളിച്ചം പുറത്തേക്ക് ചൊരിയുന്നു. നിങ്ങൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ചുവടുവയ്ക്കുന്നു. ആരോ നിങ്ങൾക്കായി കാത്തുനിൽക്കുന്നു. അതൊരു അപരിചിതനല്ല. വർഷങ്ങളായി നിങ്ങൾ നോക്കി ഒഴിവാക്കിയ നിങ്ങളുടെ തന്നെ ഒരു ഭാഗമാണത്. ഒളിപ്പിക്കാൻ നിങ്ങൾ പഠിച്ച വശം, നിങ്ങളുടെ ഇരുണ്ട വശം. ഇന്ന് നിങ്ങൾ ഓടിപ്പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യമായി അതിൻ്റെ നോട്ടത്തെ നേരിടാൻ നിങ്ങൾ സ്വയം അനുവദിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്തുകൊണ്ട് ഒരേ തെറ്റുകൾ ആവർത്തിക്കുന്നു? എന്തുകൊണ്ട് ചിലപ്പോൾ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം നശിപ്പിക്കുന്നു? അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളുടെ ഉള്ളിലെ അദൃശ്യമായ ബട്ടണുകൾ അമർത്തുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തുടരുക. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുക. ഈ യാത്രയുടെ അവസാനത്തോടെ നിങ്ങളുടെ മുഖംമൂടികൾക്ക് പിന്നിൽ വസിക്കുന്ന ആ വ്യക്തിത്വവുമായി അനുരഞ്ജനത്തിലെത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ലളിതവും എന്നാൽ ആഴത്തിൽ രൂപാന്തരപ്പെടുത്തുന്നതുമായ ഒരു ഇയാൻ പരിശീലനത്തെ നിങ്ങൾ അഭിമുഖീകരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തുള്ള ഒന്നിനെയും ആരെയും ആശ്രയിക്കാത്ത ഒരു ആന്തരിക സമാധാനം വളർത്തിയെടുക്കാൻ തുടങ്ങുക. ബാഹ്യലോകത്തെ തീജ്വാലകൾ കെടുത്തിക്കൊണ്ട്, സംഘർഷങ്ങൾ പരിഹരിച്ചുകൊണ്ട്, ഷെഡ്യൂളുകൾ ക്രമീകരിച്ചുകൊണ്ട്, എല്ലാ സന്ദേശങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട്, ശരീരം നിശബ്ദമായി വിളിച്ചു പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് സമാധാനം കൈവരിക്കുന്നതെന്ന് നാം പലപ്പോഴും വിശ്വസിക്കുന്നു. എന്നാൽ കാൾ യുങ് ഊന്നിപ്പറഞ്ഞതുപോലെ ജീവിച്ച അനുഭവം നമുക്ക് മറ്റൊരു പാത കാണിച്ചു തരുന്നു. നമ്മെ ശരിക്കും അസ്വസ്ഥരാക്കുന്നത് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുണരുന്നതാണ്. മറ്റുള്ളവരിൽ നമ്മെ പ്രകോപിപ്പിക്കുന്ന എല്ലാം സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വാതിലായി മാറും. ഇവിടെയാണ് നാം പണിത മതിലിൽ ആദ്യത്തെ വിള്ളൽ പ്രത്യക്ഷപ്പെടുന്നത്. നിഴൽ മറ്റുള്ളവരിലല്ല, നിഴൽ നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. നാം യാന്ത്രികമായി പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ മാത്രമേ നമുക്കതിനെ കാണാൻ തുടങ്ങൂ. ഇവിടെ ഒരു അസ്വസ്ഥത തോന്നിപ്പിക്കുന്ന സത്യം ഒളിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രതികരണങ്ങളിലൂടെ ലോകം നമ്മെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പഠിക്കുന്നു. ഒരു നോട്ടം, ഒരു അഭിപ്രായം, ഒരു ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ എത്ര തവണ നിങ്ങളുടെ കേന്ദ്രം നഷ്ടപ്പെടുത്താൻ പര്യാപ്തമായിരുന്നു? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന ശീലം നിങ്ങളുടെ ഊർജം അദൃശ്യമായ വിള്ളലുകളിലൂടെ ചോർന്നൊഴുകുന്നതുപോലെ നിങ്ങളെ എത്ര തവണ ഉള്ളിൽ ശൂന്യരാക്കി? യുങ് ഇതിനെ ബലഹീനത എന്ന് വിളിക്കില്ല, പകരം തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിടപ്പെട്ട ഊർജം എന്ന് വിളിക്കും. നിങ്ങൾ ആദ്യമായി നിശബ്ദത തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങളതറിഞ്ഞു. ഭയത്തിന്റെ നിശബ്ദതയല്ല, മറിച്ച് ഒരു വാക്കുപോലും മിണ്ടാതെ ഒരു മുറിയെ പുനഃക്രമീകരിക്കാൻ കഴിവുള്ള ഒരു സാന്നിധ്യമാക്കി നിങ്ങളെ മാറ്റുന്ന നിശബ്ദത. നിങ്ങളുടെ ഉടനടിയുള്ള പ്രതികരണങ്ങളെ ആശ്രയിച്ചിരുന്നവരെ അസ്വസ്ഥരാക്കുന്ന ഒരു സാന്നിധ്യം. അവിടെയാണ് പരിധി ആരംഭിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി നിയന്ത്രിക്കപ്പെടാൻ സാധ്യതയുള്ളവരാകുമ്പോൾ നിങ്ങൾ അനിവാര്യമായും നിങ്ങളുടെ നിഴലിനെ അഭിമുഖീകരിക്കുന്നു. നിങ്ങളുടെ പ്രവചനാത്മകതയെ ആശ്രയിച്ചിരുന്ന ലോകം അമ്പരപ്പനുഭവിക്കുന്നു. അവസാനത്തിൽ ഒരു വെളിപ്പെടുത്തൽ വാഗ്ദാനം ചെയ്തു. അത് വരും. ധൈര്യത്തോടെയും കരുതലോടെയും ആ ആന്തരിക വാതിൽ തുറക്കുന്നതിനുള്ള വ്യക്തവും യഥാർത്ഥവുമായ ഒരു പരിശീലനം. എന്നാൽ ആദ്യം കുറച്ചുകൂടി എന്നോടൊപ്പം നടക്കുക. ഒരു മനുഷ്യനുണ്ടായിരുന്നു. നമുക്കയാളെ മാത്യു എന്ന് വിളിക്കാം. അയാൾക്ക് രാത്രി തോറും ഒരേ സ്വപ്നം കാണാറുണ്ടായിരുന്നു. ഒരു ചെറിയ മുറി, ഒരൊറ്റ വിളക്ക് അതിൻ്റെ പ്രകാശം പരത്തുന്നു. ആ വിളക്ക് ഒരു ഘടികാരത്തിൻ്റെ ലോലകം പോലെ ആടിയുലയുന്നു. ഒരു മൂലയിൽ ഒരു ജീവി നിഴലിൽ ഒളിഞ്ഞിരിക്കുന്നു. അയാൾക്കൊരിക്കലും അതിൻ്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ടും അതിൻ്റെ ശ്വാസം അയാൾക്ക് അനുഭവപ്പെട്ടു. ഓരോ തവണ അയാൾ അതിനെ സമീപിക്കാൻ ശ്രമിച്ചപ്പോഴും അയാളുടെ ഉള്ളിലെന്തോ അയാളെ പെട്ടെന്ന് ഉണർന്നു പോകാൻ നിർബന്ധിച്ചു. അയാളുടെ ഹൃദയം തൊണ്ടയിലിടിക്കുന്നു. ഉണർന്നിരിക്കുന്ന ജീവിതത്തിൽ മാത്യു കുറ്റമറ്റവനായിരുന്നു. അയാൾ തൽക്ഷണ മറുപടി പറഞ്ഞു. ഓരോ വാക്കും ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തു. തൻ്റെ നിലനിൽപ്പ് അതിനെ ആശ്രയിച്ചിരിക്കുന്നതുപോലെ സംഘർഷം ഒഴിവാക്കി. എന്നാൽ അയാൾ തനിച്ചായിരിക്കുമ്പോൾ ക്ഷീണവും പ്രകോപിതനും അസ്വസ്ഥനുമായി അയാൾക്ക് തോന്നി. ഒരുപക്ഷേ ഇത് പരിചിതമായി തോന്നിയേക്കാം. ആ ആവർത്തിച്ചുള്ള സ്വപ്നം ഒരു യാദൃച്ഛികമായ രാത്രികാല ഫാന്റസി ആയിരുന്നില്ല. അത് അയാളുടെ നിഴലിലേക്കുള്ള ഒരു പകുതി തുറന്ന വാതിലായിരുന്നു. അയാൾ അടിച്ചമർത്തിയ, നിഷേധിച്ച, സ്വയം അസ്വീകാര്യമെന്ന് വിധിച്ച പ്രവാസത്തിലേക്കയച്ച എല്ലാം. ലോകത്തിനു മുന്നിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആദർശപരമായ പ്രതിച്ഛായയുമായി വൈരുദ്ധ്യപ്പെടുന്ന മാനസിക ഉള്ളടക്കങ്ങളുടെ ഒരു ശേഖരമായാണ് യുങ് നിഴലിനെ വിവരിച്ചത്. വ്യക്തിത്വം, നമ്മുടെ സ്വീകാര്യത ഉറപ്പാക്കുന്ന സാമൂഹിക മുഖമൂടി. ആ മുഖമൂടിയുടെ വില വളരെ ഉയർന്നതാണ്. നാം അത് കൂടുതൽ മിനുക്കുമ്പോൾ
നമ്മുടെ കൂടുതൽ ഭാഗങ്ങൾ ബേസ്മെന്റിലേക്ക് തള്ളപ്പെടും. അവ അപ്രത്യക്ഷമാകുന്നില്ല. അവ നിശബ്ദതയിൽ സ്വയം പുനഃക്രമീകരിക്കുന്നു. ഒരു ദിവസം ഒരു ചെറിയ വാഗ്വാദത്തിനു ശേഷം അത് അയാളെ വിശദീകരിക്കാനാകാത്ത വിധം തകർത്തുകളഞ്ഞു. മാത്യു വ്യത്യസ്തമായ എന്തോ ചെയ്യാൻ തിരഞ്ഞെടുത്തു. സ്വയം ന്യായീകരിക്കാൻ അയാൾ ഫോണിലെത്തുന്നതിനു പകരം, ടെക്സ്റ്റ് സന്ദേശങ്ങളിൽ ഒരു പ്രതിരോധ ഉപന്യാസം രചിക്കുന്നതിനു പകരം അയാൾ നിശബ്ദനായി തുടർന്നു. മറ്റേയാളോടുള്ള ശിക്ഷയായിട്ടല്ല, മറിച്ച് സ്വന്തം പരിമിതികളെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി. അയാൾ തന്റെ മുറിയുടെ വാതിലടച്ചു, നിലത്തിരുന്നു, ആദ്യമായി ഒരു ചോദ്യം ചോദിച്ചു, ഉടനടി ഉത്തരം ആവശ്യപ്പെടാതെ. ഇത്രയും കാലമായി ഞാൻ എന്നിലെ എന്തിനെയാണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്? ആദ്യം നിശബ്ദത ബധിരമായിരുന്നു. പിന്നീട് മങ്ങിയതും എന്നാൽ നിഷേധിക്കാനാകാത്തതുമായ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടു. കുട്ടിയായിരുന്ന താൻ കോപം തന്നെ ചീത്തയാക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം വിറയ്ക്കുന്ന കൈകൾ. ആ നിമിഷത്തിൽ വർഷങ്ങളോളം കോപത്തിന്റെ ഓരോ സ്ഫുലിംഗവും വേരറുത്ത് കെടുത്തിക്കളഞ്ഞത് ജ്ഞാനം കൊണ്ടല്ല, മറിച്ച് നിരാകരിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണെന്ന് അയാൾ മനസ്സിലാക്കി. ബോധത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കോപം നിഴലിൽ താമസമുറപ്പിച്ചു. അവിടെ നിന്ന് അത് അയാളുടെ ജീവിതത്തിന്റെ ചരടുകൾ വലിക്കുകയായിരുന്നു. നിഴലിനൊരു ശബ്ദമുണ്ടെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞേക്കാം: ഞാൻ നിന്റെ ശത്രുവല്ല, ഞാൻ നിന്റെ തിരിച്ചറിയപ്പെടാത്ത ഊർജ്ജമാണ്, ഞാൻ നിന്റെ ശക്തിയാണ്. തെറ്റായ പേര് നൽകപ്പെടുമ്പോൾ നിഴൽ ആക്രമണമോ അസൂയയോ ലജ്ജയോ മാത്രമല്ല, അതിൽ നിങ്ങളുടെ പ്രതികരിക്കാനുള്ള ശക്തിയും വേണ്ട എന്ന് പറയാനുള്ള നിങ്ങളുടെ കഴിവും അതിരുകൾ നിശ്ചയിക്കാനുള്ള നിങ്ങളുടെ സമ്മാനവും നിങ്ങളുടെ പച്ചയായ അരിച്ചെടുക്കപ്പെടാത്ത സർഗാത്മകതയും ഉൾപ്പെടുന്നു. അതിനെ അടിച്ചമർത്തുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞേക്കാം, ശരി, എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിൽ നിന്നും ഇത് നിങ്ങളെ തടയുന്നു. ലോകത്തിനു വേണ്ടി നിങ്ങൾ സുരക്ഷിതരാകുന്നു, സ്വയത്തിനു തന്നെ അപകടകാരികളാകുന്ന വില കൊടുത്ത്. യുങ് വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ പ്രക്രിയയെയാണ് സൂചിപ്പിച്ചത്: നഷ്ടപ്പെട്ട കഷണങ്ങളുടെ വീണ്ടെടുപ്പ്, സമ്പൂർണ്ണതയിലേക്കുള്ള യാത്ര. നിഴലില്ലാതെ വ്യക്തിത്വമില്ല. ഞാൻ നിങ്ങളെ വഞ്ചിക്കില്ല. ഇതൊരു സുഖകരമായ പ്രക്രിയയല്ല, എന്നാൽ ശരിക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഒരേയൊരു പ്രക്രിയയാണിത്. നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആശ്ചര്യപ്പെടുന്നുണ്ടാകാം. സ്വപ്നത്തിലെ ആ ജീവിയെ എങ്ങനെ അഭിമുഖീകരിക്കും? അതിന്റെ മുഖം നിങ്ങൾ ഒരിക്കലും കാണുന്നില്ല. ആദ്യപടി പ്രൊജക്ഷനുകളുടെ കളി തിരിച്ചറിയുക എന്നതാണ്. നമ്മിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തതിനെ മറ്റുള്ളവരിൽ ആരോപിക്കുമ്പോഴാണ് നാം പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ ഭയാനകമായ എളുപ്പത്തിൽ നിങ്ങളുടെ നിഴലിനെ സജീവമാക്കുന്നത്. തന്റെ നിരന്തരമായ ശ്രദ്ധയുടെ ആവശ്യത്താൽ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന സുഹൃത്ത്, അസഹനീയമാം വിധം അഹങ്കാരിയായി തോന്നുന്ന സഹപ്രവർത്തകൻ, എല്ലാം എപ്പോഴും വർദ്ധിപ്പിക്കുന്ന നാടകീയമായ കുടുംബാംഗം. വിധിക്കുന്നതിനു മുമ്പ് ആ ഊർജത്തിന്റെ ഏത് രൂപത്തെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിഷേധിച്ചതെന്ന് സ്വയം ചോദിക്കുക. അസഹനീയമായത് നിങ്ങൾ സഹിക്കണമെന്നതിനർത്ഥമില്ല. ഒരു വിധിയായിട്ടല്ല, മറിച്ചൊരു കണ്ണാടിയായി അസ്വസ്ഥതയെ ഉപയോഗിച്ച് ഒരു ആന്തരിക തിരിവുണ്ടാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് യുങ് പറഞ്ഞത്, നിങ്ങൾ ചെറുക്കുന്നത് നിലനിൽക്കും, എന്നാൽ നിങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് രൂപാന്തരപ്പെടാൻ തുടങ്ങും. ഇവിടെ വീണ്ടും നിശബ്ദത അത്യന്താപേക്ഷിതമാകുന്നു. നീരസം ശേഖരിക്കുന്ന നിശബ്ദതയല്ല, മറിച്ച് ആ നൃത്തത്തിലെ നിങ്ങളുടെ പങ്കിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടം നൽകുന്ന നിശബ്ദത. ആ പരമാധികാര നിശബ്ദത നിങ്ങളുടെ ഊർജ്ജത്തെ പുനഃക്രമീകരിക്കുന്നു. അത് നിങ്ങളെ പ്രതികരണങ്ങളുടെ നാടകവേദിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുത്ത് മുഴുവൻ വേദിയും കാണാൻ കഴിയുന്ന ആന്തരിക മുറ്റത്തിരുത്തുന്നു. നിങ്ങൾക്കിതിനകം അറിയാം. ശബ്ദം നിങ്ങളെ പുറത്തേക്ക് വലിക്കുന്നു, നിശബ്ദത നിങ്ങളെ കേന്ദ്രീകരിക്കുന്നു. നിങ്ങൾ കേന്ദ്രീകൃതരാകുമ്പോൾ പ്രൊജക്ഷനുകൾ ദൃശ്യമാകും, നിങ്ങളെ എന്തോ ആഴത്തിലേക്ക് നയിക്കുന്ന വിള്ളലുകൾ പോലെ. മറ്റൊരു ചിത്രം പങ്കുവയ്ക്കട്ടെ. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. നമുക്കവളെ ആന്ന എന്ന് വിളിക്കാം. അവൾ എല്ലാറ്റിനും എല്ലാ സമയത്തും എല്ലാവർക്കും ശരിയെന്നു പറഞ്ഞു. അവൾക്ക് സ്വന്തമല്ലാത്ത ഉത്തരവാദിത്വങ്ങൾ വഹിച്ചു. രാത്രി വൈകി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചു. അസാധ്യമായ സമയങ്ങളിൽ യോഗങ്ങൾക്ക് സമ്മതിച്ചു. അവൾ പറഞ്ഞ കാരണം താനൊരു നല്ല വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു. അതിനടിയിൽ വേണ്ട എന്നു പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്നത് നിർത്തുമോ എന്ന ഭയമായിരുന്നു. വില വളരെ കൂടുതലായിരുന്നു. അവൾ സ്വയം പോലും അദൃശ്യയായി തീർന്ന ഒരു ആഴമായ ക്ഷീണം. ഒരു രാത്രി താനൊരു ചന്തയിലാണെന്നും എല്ലാവരും അവളുടെ വസ്ത്രത്തിൽ നിന്ന് കഷ്ണങ്ങൾ കീറുന്നതായും അവൾ സ്വപ്നം കണ്ടു. അത് സംഭവിക്കുമ്പോൾ അവൾ പുഞ്ചിരിച്ചു. പക്ഷേ തുണിയൊന്നും ശേഷിക്കാത്ത അവസ്ഥയിലേക്ക് അഴിഞ്ഞു വീണു. കണ്ണീരോടെയാണ് അവൾ ഉണർന്നത്. യുങ്ങിയൻ മനഃശാസ്ത്രത്തിന്റെ ലെൻസിലൂടെ സ്വപ്നം ഒരു സുതാര്യമായ പ്രതീകമായിരുന്നു. അവളുടെ സുപ്രധാന ഊർജം മറ്റുള്ളതിലെടുക്കുകയായിരുന്നില്ല, മറിച്ച് പരിധികൾ നിശ്ചയിക്കാനുള്ള അവളുടെ സ്വന്തം കഴിവില്ലായ്മയാണ് എടുക്കുന്നത്.
ആന 2 കാര്യങ്ങൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. സമൂലവും ലളിതവുമായ ഒന്ന്: ബോധപൂർവമായ ലഭ്യതയില്ലായ്മ. ഒരാഴ്ചത്തേക്ക് അവൾ തിരഞ്ഞെടുത്ത സമയത്തിന് പുറത്തുള്ള സന്ദേശങ്ങൾക്ക് മറുപടി നൽകിയില്ല. ശീലത്തിന്റെ പേരിൽ സമ്മതിക്കുമായിരുന്ന സംഭാഷണങ്ങൾ അവൾ മാറ്റിവെച്ചു. ഒരു വിശദീകരണ പ്രബന്ധം കൂട്ടിച്ചേർക്കാതെ വേണ്ട എന്നു പറഞ്ഞു. അരാജകത്വം ഉടനടി ഉണ്ടായി. നിന്ദകൾ പിന്തുടർന്നു. കുറ്റബോധം അവളുടെ മേൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. നിനക്കെന്തുപറ്റി? നീ മാറി. തീർച്ചയായും അവൾ മാറിയിരുന്നു. പ്രതിപ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിലൂടെ മറ്റുള്ളവരാശ്രയിച്ചിരുന്ന സ്ക്രിപ്റ്റ് അവൾ തകർത്തു. അവളുടെ നിശബ്ദത നിസ്സംഗതയായിരുന്നില്ല. അത് അവളുടെ മാനസിക ഊർജത്തോടുള്ള ബഹുമാനമായിരുന്നു. ആ ബഹുമാനമാണ് സമാധാനത്തിന്റെ പരിധി. ഇപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, നിഴൽ നിങ്ങൾ ഭയപ്പെടുന്ന രാക്ഷസനായി മാത്രമല്ല, നിങ്ങളെ വറ്റിക്കുന്ന അമിതമായ വിനയമായും പ്രത്യക്ഷപ്പെടുന്നുവെന്ന്. നിഴൽ നിങ്ങളുടെ നിഷേധിക്കപ്പെട്ട കോപത്തിലും നിഷേധിക്കപ്പെട്ട സ്നേഹത്തിലും നിങ്ങളുടെ സർഗാത്മക പ്രേരണയിലും കാണപ്പെടുമോ എന്ന ഭയത്തിലും ഒരുപോലെ വസിക്കുന്നു. അതിനെ കണ്ടുമുട്ടുക എന്നത് ഇരുണ്ടതാകുകയല്ല, സമ്പൂർണമാകുക എന്നതാണ്. നിങ്ങളതിനെ അടിച്ചമർത്തുമ്പോൾ അത് ലക്ഷണങ്ങളായി മാറുന്നു. ഉത്കണ്ഠ, നിർബന്ധിത പൂർണ്ണതാവാദം, കുറ്റബോധം, സ്ക്രിപ്റ്റ് എഴുതുന്ന ബന്ധങ്ങൾ, മറ്റൊരാളുടെ പ്രതിച്ഛായ നിലനിർത്താൻ ജീവിക്കുന്നതിൻ്റെ ആ നിരന്തരമായ തോന്നൽ. നിങ്ങളതിനെ തിരിച്ചറിയുമ്പോൾ എന്തോ ഒന്ന് മാറുന്നു. അതിൻ്റെ ഊർജം ബോധത്തിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നു. ആ വീണ്ടെടുത്ത ഊർജത്തോടെ നിങ്ങളിനി പോരാടേണ്ട യുദ്ധങ്ങളുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. ഒരിക്കലും ശരിക്കും നിങ്ങളുടേതല്ലാത്ത പോരാട്ടങ്ങൾ. ഇത് ഒരു വ്യത്യസ്തമായ ആന്തരിക നിലപാടിൻ്റെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു. നിങ്ങൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നവരാകുന്നു. എല്ലാത്തിനും എല്ലാവർക്കും ലഭ്യമാകുന്നത് നിർത്തുന്നു. ഇതൊരു നിർണായക വഴിത്തിരിവാണ്. സമാധാനമെന്നത് സംഘർഷത്തിന്റെ അഭാവമല്ല, അത് വിവേചനത്തിന്റെ സാന്നിധ്യമാണ്. നിങ്ങളുടെ പ്രേരണകളെ അവയാൽ വിഴുങ്ങപ്പെടാതെ കേൾക്കാനും നിങ്ങളുടെ വികാരങ്ങളെ അന്ധമായി അനുസരിക്കാതെ നിരീക്ഷിക്കാനും കഴിയുമ്പോഴാണ് വിവേചനം ജനിക്കുന്നത്. സ്വയം നിർത്താൻ പഠിച്ച ഒരാളുടെ ശാന്തമായ അധികാരമാണിത്. നിങ്ങളെ ഒരു ഭാവനാ പരിശീലനത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വയം ഒരു തിയേറ്ററിനുള്ളിൽ ചിത്രീകരിക്കുക. ലൈറ്റുകൾ വേദിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ ദൈനംദിന ജീവിതമാണ്. നിങ്ങളുടെ ഫോൺ പ്രകാശിപ്പിക്കുന്ന അറിയിപ്പുകൾ, നിങ്ങളുടെ ചുമലിൽ വയ്ക്കപ്പെട്ട പ്രതീക്ഷകൾ, ചെറിയ നാടകങ്ങൾ, ശരിക്കും നിങ്ങളുടേതല്ലാത്ത എന്നാൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന അടിയന്തര കാര്യങ്ങൾ. പെട്ടെന്ന് തിയേറ്ററിന്റെ പിൻഭാഗത്ത് ഒരു പുതിയ വെളിച്ചം തെളിയുന്നു. മുഴുവൻ സമയവും അവിടെ ഉണ്ടായിരുന്ന ഒരു രൂപത്തെ പ്രകാശിപ്പിക്കുന്നു. ഫോക്കസ് ഇല്ലാതെ നിങ്ങളുടെ നിഴൽ നിൽക്കുന്നു. അത് ഗർജിക്കുന്നില്ല, അത് ആക്രമിക്കുന്നില്ല, അത് നിങ്ങളെ നോക്കുന്നു. അതിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ എന്തു പറയും? ഒരുപക്ഷെ ഇതുപോലെ എന്തെങ്കിലും: ഞാൻ നിന്നെ സംരക്ഷിച്ചു. നിനക്ക് പേരിടാൻ കഴിയാതിരുന്ന ഭയം ഞാൻ ഏറ്റെടുത്തു. ഞാനത് നിനക്ക് വേണ്ടി വഹിച്ചു. ഞാൻ നിന്റെ കോപമെടുത്ത് നിന്റെ ചുമലിലെ പിരിമുറുക്കമാക്കി മാറ്റി. ഞാൻ നിന്റെ സങ്കടം നിന്റെ പുഞ്ചിരിക്കു പിന്നിലൊഴിപ്പിച്ചു. എന്നാൽ എനിക്കിനി ഇതെല്ലാം ഒറ്റയ്ക്ക് വഹിക്കാൻ കഴിയില്ല. ഒന്നുകിൽ നീ എന്നെ സമന്വയിപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ ലക്ഷണങ്ങളിലൂടെ സംസാരിക്കുന്നത് തുടരും. അതാണ് നിഴലിന്റെ വാഗ്ദാനം. സമന്വയനം അല്ലെങ്കിൽ ആവർത്തനം. നിങ്ങൾ സമന്വയനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അസ്വസ്ഥതയുടെ നിമിഷങ്ങളുണ്ടാകും. അതെ, നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ കുറ്റബോധം തോന്നും. നിങ്ങൾ സ്വാർത്ഥനാണെന്ന് ആരോപിക്കുന്ന ആന്തരിക ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. ഇനി അവർക്ക് ഗുണം ചെയ്ത പങ്ക് നിങ്ങൾ കളിക്കാത്തതിനാൽ ചില ആളുകൾ അകന്നുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. ആ നഷ്ടം വേദനിപ്പിച്ചേക്കാം, കാരണം ചില ബന്ധങ്ങൾ എത്രത്തോളം വ്യവസ്ഥാപിതമായിരുന്നു എന്ന് അത് വെളിപ്പെടുത്തുന്നു. എന്നാൽ ആ അസ്വസ്ഥതയുടെ മറുവശത്ത് ചർച്ച ചെയ്യാനാകാത്ത എന്തോ ഒന്ന് കിടക്കുന്നു: നിങ്ങളുടെ സമാധാനം. നിങ്ങളുടെ മാനസിക ഊർജം നിങ്ങളുടെ അനുകൂലമായി പ്രചരിക്കാൻ തുടങ്ങുമ്പോൾ ജനിക്കുന്ന ഒരു സമാധാനം. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ഭയത്തെയല്ല, നിങ്ങളുടെ കേന്ദ്രത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ. യുങ്കിയൻ യാത്രയുടെ മറ്റൊരവശ്യമുഖം ആനിമയും ആനിമസും എന്നിവരുമായുള്ള കണ്ടുമുട്ടലാണ്. നമ്മുടെ സൈക്കിയെ പൂരകമാക്കുകയും നാം മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന രീതിക്ക് നിറം നൽകുകയും ചെയ്യുന്ന ആ ആന്തരിക രൂപങ്ങൾ. നിഴൽ സമന്വയിപ്പിക്കപ്പെടാത്തപ്പോൾ ഈ രൂപങ്ങൾ വർദ്ധിപ്പിക്കപ്പെടുകയും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നാം ചിലപ്പോൾ ഒരാളെ അത്ര തീവ്രതയോടെ ആദർശവൽക്കരിക്കുന്നത്, നമുക്കില്ലെന്ന് തോന്നുന്ന എല്ലാം അവർ ഉൾക്കൊള്ളിക്കുന്നത് പോലെ. അല്ലെങ്കിൽ അതേ തീവ്രതയോടെ അവരെ പിശാചാക്കി മാറ്റുന്നത്, സ്വയം കാണാൻ വിസമ്മതിക്കുന്നതെല്ലാം അവർ വഹിക്കുന്നത് പോലെ. നിഴലിന്റെ സമന്വയനം നമ്മുടെ വെളിച്ചവും ഇരുട്ടും മറ്റുള്ളവരിൽ നിക്ഷേപിക്കുന്ന ഈ ശീലത്തെ ശമിപ്പിക്കുന്നു. അപ്പോൾ നിശബ്ദമായി ഒരു അത്ഭുതം സംഭവിക്കുന്നു. നാം മിഥ്യകളോടല്ല, യഥാർത്ഥ ആളുകളോട് ബന്ധപ്പെടാൻ തുടങ്ങുന്നു. എത്ര വലിയ ആശ്വാസമാണത്! മോക്ഷത്തിനായി യാചിക്കാതെ നോക്കുക, വീണ്ടെടുപ്പിനായി യാചിക്കാതെ സ്നേഹിക്കുക.
ആന്തരിക അനുമതിയുടെ ആവശ്യമില്ലാതെ നടക്കുക. നിങ്ങൾ ഇത്രയും ദൂരം വന്നിട്ടുണ്ടെങ്കിൽ നിശബ്ദത എങ്ങനെയൊരു സഖ്യകക്ഷിയായി മാറിയെന്ന് നിങ്ങൾക്കിതകം തോന്നിയേക്കാൻ. അർത്ഥശൂന്യമായ വാദങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് വലിച്ച, മറുപടി പറയുന്നതിനു മുൻപ് ശ്വസിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കിയ, നിരീക്ഷിക്കാൻ നിങ്ങളെ പഠിപ്പിച്ച ആ നിശബ്ദത, ഇത് വൈകാരിക അകലം പാലിക്കലല്ല, ഇത് യഥാർത്ഥ സാന്നിധ്യമാണ്. എല്ലാ യഥാർത്ഥ സാന്നിധ്യത്തെയും പോലെ നിങ്ങളുടെ നിരന്തരമായ ലഭ്യതയിൽ നിലനിന്നവർക്ക് ഇത് അസ്വസ്ഥത തോന്നിപ്പിക്കും. നിങ്ങൾ മാറിയെന്നവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. അവർ ശരിയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ നിലപാട് മാറ്റി. നിങ്ങളൊരു ദ്വിതീയ കഥാപാത്രത്തിൽ നിന്ന് സ്ക്രിപ്റ്റിന്റെ സംവിധായകനായി മാറി. ഈ മാറ്റത്തിൽ നിഴൽ അപ്രത്യക്ഷമാകുന്നില്ല. അത് നിങ്ങളുടെ മേശയിലിരിക്കുന്നു. അത് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ പഴയ പാറ്റേണുകൾ ആവർത്തിക്കുമ്പോൾ അത് നിങ്ങളോട് പറയുന്നു. ഒരു നിശ്ചിത ബന്ധത്തിന്റെ ആകർഷണം യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവരായിരിക്കേണ്ടതിന്റെ ആവശ്യമാണെന്ന് അത് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ അലസത എന്ന് വിളിക്കുന്നത് അച്ചടക്കത്തിന്റെ കുറവായിരിക്കില്ല, മറിച്ച് പരാജയപ്പെടുമോ എന്ന ഭയമാണെന്നത് ചൂണ്ടിക്കാട്ടുന്നു. നിയന്ത്രിക്കുന്ന ആളുകളോടുള്ള നിങ്ങളുടെ രോഷം നിയന്ത്രണത്തിനായുള്ള നിങ്ങളുടെ സ്വന്തം അംഗീകരിക്കപ്പെടാത്ത ആഗ്രഹമായിരിക്കാമെന്ന് അത് വെളിപ്പെടുത്തുന്നു. നിഴൽ നിങ്ങളുടെ കോമ്പസായി മാറുന്നു, നിങ്ങളുടെ ശത്രുവായിട്ടല്ല. അതൊരിക്കലും ചോദിച്ചത് കേൾക്കപ്പെടാൻ മാത്രമാണ്. ഞാൻ മാത്യുവിലേക്ക് മടങ്ങുന്നു. നിശബ്ദത പാലിക്കാനുള്ള അയാളുടെ തീരുമാനത്തിന് ശേഷം മൂലയിലെ ജീവിയുമായുള്ള സ്വപ്നം മാറി. അടുത്ത രാത്രി വിളക്കിപ്പോഴും ആടിയുലയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇനി അക്രമസക്തമായിരുന്നില്ല. അയാൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചു, പിന്നെ മറ്റൊന്ന്. ഉണരുന്നതിനു പകരം അയാൾ തുടർന്നു. അയാൾക്ക് ഭയം തോന്നി, അതെ, പക്ഷെ അയാൾ ഓടിപ്പോയില്ല. ജീവി തല ഉയർത്തി. അതൊരു രാക്ഷസനായിരുന്നില്ല. അത് സ്വയം, ഇളയത്, കണ്ടുകളിലൊരു വലിയ രോഷം ജ്വലിക്കുന്നതായിരുന്നു. എനിക്ക് നിന്നെ സംരക്ഷിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, അത് പറഞ്ഞു. മാത്യു സ്വപ്നത്തിൽ കരഞ്ഞു. അയാൾ ഉണർന്നപ്പോൾ ആർക്കും തർക്കിക്കാനാകാത്തൊരു കാര്യം അയാൾക്കറിയാമായിരുന്നു. അയാളുടെ കോപം അയാളുടെ ശത്രുവായിരുന്നില്ല. അത് മോശമായി പരിശീലിപ്പിക്കപ്പെട്ട ഒരു കാവൽക്കാരനായിരുന്നു. വേദനിപ്പിക്കാതെ അതെങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് പഠിക്കാൻ അയാൾ ആഴ്ചകൾ ചെലവഴിച്ചു. അത് പൊട്ടിത്തെറിക്കുന്നതിനു മുൻപ് അതെങ്ങനെ ശ്രദ്ധിക്കാമെന്ന്, ശരീരം അതിനായി ആവശ്യപ്പെടുമ്പോൾ എങ്ങനെ വേണ്ട എന്ന് പറയാമെന്ന്. ഓരോ സത്യസന്ധമായ വേണ്ട കൊണ്ടും ഓരോ തിരഞ്ഞെടുത്ത നിശബ്ദത കൊണ്ടും സ്ഥാപിക്കപ്പെട്ട ഓരോ അതിർത്തി കൊണ്ടും ആ ജീവിക്ക് അതിന്റെ നഖങ്ങൾ നഷ്ടപ്പെട്ടു. സമാധാനം ഒരു ഭാവി വാഗ്ദാനം പോലെയല്ല, മറിച്ച് സാധ്യമായ ഒരവസ്ഥ പോലെ തോന്നാൻ തുടങ്ങി. സംഘർഷങ്ങൾ അപ്രത്യക്ഷമായതുകൊണ്ടല്ല, മറിച്ച് അവ ഇനി അയാളെ അയാളുടെ കേന്ദ്രത്തിൽ നിന്ന് പറിച്ചെറിയാത്തതുകൊണ്ടല്ല. നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകാം, ഇതെല്ലാം നിങ്ങളെ വളരെ കടുപ്പക്കാരനോ വളരെ സ്വാർത്ഥനോ വളരെ അകലം പാലിക്കുന്നവനോ ആക്കുമോ എന്ന്. ഞാൻ ആ ഭയം മനസ്സിലാക്കുന്നു. നമ്മളിൽ പലരും സ്നേഹത്തെ നിരന്തരമായ ത്യാഗവുമായി ബന്ധപ്പെടുത്താൻ പഠിപ്പിക്കപ്പെട്ടവരാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെയാണ് ദയ തെളിയിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കാൻ, പരിധികളെ നിരാകരണവുമായി ആശയക്കുഴപ്പത്തിലാക്കാൻ. എന്നാൽ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നിങ്ങൾ ശരിയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സത്യസന്ധമായി നോക്കൂ. നിങ്ങളുടെ തൊണ്ട വേണ്ട എന്ന് പറയുകയും നിങ്ങളുടെ ചുണ്ടുകൾ ശരി എന്ന് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ അവബോധമാണ് തെറ്റായ സമാധാനത്തിന്റെ വില. അത് വളരെ ചെലവേറിയതാണ്. യഥാർത്ഥ സമാധാനം നിങ്ങളിൽ കുറ്റബോധം ചുമത്തുന്നില്ല. അത് നിങ്ങൾക്ക് ഊർജം തിരികെ നൽകുന്നു. അത് നിങ്ങൾക്ക് സമയം നൽകുന്നു. അത് നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നിടത്ത് സന്നിഹിതരാകാൻ നിങ്ങളെ അനുവദിക്കുന്നു. വിരോധാഭാസം എന്നു പറയട്ടെ, അത് നിങ്ങളെ കൂടുതൽ സ്നേഹമുള്ളവരാക്കുന്നു. കാരണം നിങ്ങളുടെ സ്നേഹപ്രവൃത്തികൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്രതിച്ഛായ കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങളല്ല, മറിച്ച് നിങ്ങൾ ആരാണെന്നതിന്റെ സ്വതന്ത്ര പ്രകാശനങ്ങളാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കണ്ണാടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദിവസം നിരീക്ഷിക്കുക. നിഷ്ക്രിയത്വത്തോടെ നിങ്ങൾ പ്രതികരിച്ച 3 നിമിഷങ്ങൾ അടയാളപ്പെടുത്തുക. നിങ്ങൾ പരിഭ്രമത്തോടെ മറുപടി നൽകിയ ആ സന്ദേശം, ആരും ചോദിക്കാത്ത ആ അധിക വിശദീകരണം, സ്വയം ശരിയാക്കാൻ നിങ്ങളുടേതല്ലാത്ത ഒരു അന്തരീക്ഷം മൃദുവാക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ആ ചിരി. എന്നിട്ട് സ്വയം ചോദിക്കുക, ആ നിമിഷത്തിൽ ഞാൻ എന്തിനെയാണ് ഭയപ്പെട്ടത്? നിരാകരണം, അരാജകത്വം, നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന്. ആ ഭയങ്ങൾ നേരിട്ട് നിഴലിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് നിങ്ങൾ അവയെ കീഴടക്കേണ്ടതില്ല. അവയെ തിരിച്ചറിയുകയും നിൽക്കുകയും ചെയ്താൽ മതി. ശ്വസിക്കുക. അവയെ മറച്ചുവെക്കാനുള്ള പ്രേരണ തീയിൽ നിന്ന് കൈകൾ പിടിച്ചുവലിക്കുന്നതുപോലെ തോന്നിയേക്കാം. എന്നാൽ അത് തീയല്ല, അതിടം ആവശ്യപ്പെടുന്ന ജീവിതമാണ്. ഒരു അന്തിമ വെളിപ്പെടുത്തൽ, ഒരു മൂർത്തമായ പരിശീലനം ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് നൽകുന്നതിനു മുമ്പ് യുങ് പല രൂപങ്ങളിൽ ആവർത്തിച്ച ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ എന്നെ അനുവദിക്കുക. വെളിച്ചത്തിന്റെ രൂപങ്ങൾ സങ്കൽപ്പിച്ചുകൊണ്ടല്ല നാം പ്രബുദ്ധരാകുന്നത്, മറിച്ച് ഇരുട്ടിനെ ബോധവൽക്കരിക്കുന്നതിലൂടെയാണ്. ഉത്തരവുകളിലൂടെയോ അതിന്റെ അരികവൽ ഉഞ്ചിരി വരിക്കാൻ ശ്രമിക്കുന്ന പോസിറ്റീവ് സ്ഥിരീകരണങ്ങളിലൂടെയോ നിഴൽ ബാഷ്പീകരിക്കപ്പെടുന്നില്ല.
അത് പ്രായോഗിക ധൈര്യത്തിലൂടെയും ദൈനംദിന ജീവിതത്തെ പുനഃക്രമീകരിക്കുന്ന ചെറിയ പ്രവൃത്തികളിലൂടെയും സമന്വയിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പോകുന്നത് മറ്റൊരു സിദ്ധാന്തമല്ല, മറിച്ച് 3 ചലനങ്ങളുള്ള ഒരു ലളിതമായ ആചാരമാണ്. അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഉള്ളിൽ നിന്ന് തന്നെ മാറ്റുന്നു. ആചാരം ഇങ്ങനെ പ്രവർത്തിക്കുന്നു. 1. ഇടപെടാതെ നിരീക്ഷിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ ഒരു വിളി സൃഷ്ടിക്കുന്നു, ഒരു താൽക്കാലിക വിരാമം, യാന്ത്രികമായി മറുപടി നൽകാനുള്ള വലിയ അനുഭവപ്പെടുന്ന കൃത്യമായ നിമിഷത്തിൽ. മറുപടി പറയാനുള്ള ആ റിഫ്ലെക്സ്, സ്വയം ന്യായീകരിക്കാൻ, വിശദീകരിക്കാൻ, പ്രതിരോധിക്കാൻ, പ്രീതിപ്പെടുത്താൻ, അതിനെ തടസ്സപ്പെടുത്തുക. അത് വളരെ ലളിതമായ, മറ്റുള്ളവർക്ക് ഏതാണ്ട് അദൃശ്യമായ എന്തെങ്കിലും ആകാം. നിങ്ങളുടെ മനസ്സിൽ പകുതി തയ്യാറാക്കിയ ആ സന്ദേശം അയക്കുന്നതിനു മുമ്പ് 5 സെക്കൻഡ് കണ്ണുകൾ അടയ്ക്കുക. ശ്വസിക്കുക. എന്നിട്ട് സ്വയം വളരെ സത്യസന്ധമായി ചോദിക്കുക, ഞാനിപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്? ഞാൻ എന്തനുഭവിക്കണമെന്നല്ല, അനുഭവിക്കുന്നത് യുക്തിപരമായി എന്താണെന്നല്ല, മറിച്ച് ഈ നിമിഷത്തിൽ എൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്നിട്ട് ചോദിക്കുക, എൻ്റെ ശരീരത്തിൽ ഞാനതെവിടെയാണ് അനുഭവിക്കുന്നത്? നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരിക, അതിന് പേരിടുക. എൻ്റെ വയറ്റിൽ ഞാൻ ഭയം അനുഭവിക്കുന്നു. എൻ്റെ നെഞ്ചു മുറുകുന്നതായി ഞാൻ കോപം അനുഭവിക്കുന്നു. എൻ്റെ കണ്ണുകൾക്ക് പിന്നിൽ സങ്കടം അമർത്തുന്നതായി ഞാൻ അനുഭവിക്കുന്നു. നിങ്ങൾ അതിന് പേരിടുമ്പോൾ സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ എന്തോ സംഭവിക്കുന്നു. വികാരം നിങ്ങളുടെ സൈക്കിയുടെ ബേസ്മെന്റിൽ നിന്ന് ബോധത്തിന്റെ വെളിച്ചത്തിലേക്ക് നീങ്ങുന്നു. അത് നിങ്ങളെ താഴെ നിന്ന് നയിക്കുന്നത് നിർത്തുകയും നിങ്ങൾക്ക് നോക്കാനും ബന്ധപ്പെടാനും കഴിയുന്ന ഒന്നായി മാറുകയും ചെയ്യുന്നു. പകരം നിങ്ങളുടെ പെരുമാറ്റത്തെ രഹസ്യമായി നിയന്ത്രിക്കുന്ന ഒന്നായിരിക്കുന്നതിനു പകരം. 2. നിങ്ങൾ ആ രൂപവുമായി സംഭാഷണത്തിലേർപ്പെടുന്നു. അതെ, അക്ഷരാർത്ഥത്തിൽ 5 മിനിറ്റ് മാറ്റിവെച്ചെഴുതുക. ആ വികാരം നിങ്ങൾക്കെതിർവശത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണെന്ന പോലെ അതിനെ സംസാരിക്കാൻ അനുവദിക്കുക. അതിനോട് ചോദ്യങ്ങൾ ചോദിക്കുക. കോപമേ, നീ എന്തിനെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഭയമേ, എന്ത് അപകടമാണ് വരുമെന്ന് നീ വിശ്വസിക്കുന്നത്? സങ്കടമേ, ഞാൻ സ്വയം വിലപിക്കാൻ അനുവദിക്കാത്തതായി നിനക്കെന്താണ് നഷ്ടപ്പെട്ടത്? ഉത്തരങ്ങളെ സെൻസർ ചെയ്യരുത്. ജ്ഞാനിയോ പക്വതയുള്ളവനോ ആയി തോന്നാൻ ശ്രമിക്കരുത്. ശബ്ദം പച്ചയായ, അസ്വസ്ഥത തോന്നിപ്പിക്കുന്ന, ലജ്ജാകരമായ പോലുമാകാൻ അനുവദിക്കുക. എന്താണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും. നിങ്ങൾ ആഴ്ചകളോളം, ഒരുപക്ഷെ വർഷങ്ങളോളം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും വേണ്ട എന്ന് വിളിച്ചു പറയുമ്പോൾ ശരി എന്ന് പറയുകയായിരുന്നു എന്നതുകൊണ്ടാണ് കോപം നിലവിലുള്ളതെന്ന് അത് നിങ്ങളോട് പറഞ്ഞേക്കാം. സ്വയമാകുന്നത് അപകടകരമാണെന്നും സ്നേഹം വ്യവസ്ഥാപിതമാണെന്നും സുരക്ഷ അനുരൂപീകരണത്തെയും നിശബ്ദതയെയും ആശ്രയിച്ചിരിക്കുന്നുവെന്നും ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ പഠിച്ചുവെന്ന് ഭയം കുമ്പസാരിച്ചേക്കാം. ഈ സംഭാഷണം ബാലിശമല്ല, അത് പ്രവർത്തനത്തിലുള്ള ഡെപ്റ്റ് സൈക്കോളജിയാണ്. നിഴലിനൊരു ശബ്ദം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കാൾ യൂങ് സംസാരിച്ച പ്രവർത്തനമാണത്. നിഴലിനെ വാക്കുകളിൽ സംസാരിക്കാൻ അനുവദിക്കാത്തപ്പോൾ അത് ലക്ഷണങ്ങളിൽ സംസാരിക്കും, ഉത്കണ്ഠയിൽ, ക്ഷീണത്തിൽ, നീരസത്തിൽ, നശീകരണത്തിൽ. നിങ്ങൾ അതിനെ ബോധപൂർവം സംസാരിക്കാൻ അനുവദിക്കുമ്പോൾ അതിനിനി നിങ്ങളുടെ ജീവിതത്തിലൂടെ നിലവിളിക്കേണ്ടതില്ല. 3. പരമാധികാരത്തിന്റെ ഏറ്റവും കുറഞ്ഞ പ്രവൃത്തി വരുന്നു. നിങ്ങൾ നേടിയ ഉൾക്കാഴ്ചയുപയോഗിച്ച് നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുന്ന ഒരു മൂർത്തമായ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നു. ഒരു നാടകീയമായ വിപ്ലവമല്ല, അഡ്രിനാലിൻ ഊർജിപ്പിക്കുന്ന ഒരു ഏറ്റുമുട്ടലല്ല. നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ ഒരു പുതിയ സത്യം പറയുന്ന ഒരു ചെറിയ മനഃപൂർവമായ ആംഗ്യം. ഉടനടി മറുപടി പറയുന്നതിനു പകരം 24 മണിക്കൂർ മറുപടി മാറ്റിവെക്കുന്നതായിരിക്കാം അത്. ഒരു നീണ്ട വിശദീകരണവും നൽകാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതായിരിക്കാം. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്യുന്നതായിരിക്കാം. കുറ്റബോധത്താൽ സമ്മതിച്ച ഒരു മീറ്റിംഗ് റദ്ദാക്കുന്നതായിരിക്കാം. ഒരു സംഭാഷണം നിർദ്ദേശിക്കുന്നതായിരിക്കാം, പക്ഷേ വൈകാരിക സജീവതയുടെ ചൂടിലല്ല. പകരം നിങ്ങൾ ഭക്ഷണം കഴിച്ച്, വിശ്രമിച്ച്, നടന്നതിനു ശേഷം അത് നടത്താൻ തിരഞ്ഞെടുക്കുന്നു. ഈ പ്രവൃത്തിയാണ് സമന്വയനത്തെ ഏകീകരിക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റം പഠിക്കുന്നു, ഇനി തനിയെ ഭൂഗർഭത്തിൽ നിന്ന് നിലവിളിക്കേണ്ടതില്ല എന്ന്. കാരണം കേൾക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു മുതിർന്നയാളുണ്ട്. കാലക്രമേണ തീവ്രത കുറയുന്നു, ആന്തരിക സമ്മർദ്ദം കുറയുന്നു. 21 ദിവസത്തേക്ക് ഇത് പരിശീലിക്കുക. എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ എങ്ങനെ മാറാൻ തുടങ്ങുന്നുവെന്നും നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളോട് വ്യത്യസ്തമായി എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും നിങ്ങളുടെ ആന്തരിക സ്വരം എങ്ങനെ മാറുന്നുവെന്നും ശ്രദ്ധിക്കുക. അതെ, ചില ബന്ധങ്ങൾ പിരിമുറുക്കമുള്ളതായിത്തീരും. അത് പരാജയമല്ല, അതൊരു പുനഃക്രമീകരണമാണ്. ആരോഗ്യകരമായ വേരുകളുള്ളത് പൊരുത്തപ്പെടുകയും നിങ്ങളോടൊപ്പം വളരുകയും ചെയ്യും. നിങ്ങളുടെ വൈകാരിക ദാസ്യത്തെ ആശ്രയിച്ചിരുന്നത് സ്വയം വീണുപോകും. അതു നഷ്ടമല്ല, അത് വ്യക്തതയാണ്. വീണ്ടും ആന്നയെക്കുറിച്ച് ചിന്തിക്കുക. ഈ തീരുമാനമെടുത്ത് 4 ആഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ രാത്രികൾ ഇനി തിരക്കേറിയ ചന്തകളുടെ സ്വപ്നങ്ങളാൽ നിറഞ്ഞിരുന്നില്ല. എല്ലാ ദിശയിൽ നിന്നും ആവശ്യപ്പെട്ട് അവൾ പിച്ചി ചീന്തപ്പെടുന്നു.
ഇപ്പോൾ അവൾ ഒരു തോട്ടത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു. അവൾ തിരക്കില്ലാതെ പതുക്കെ നനച്ചു. അവളുടെ വേണ്ട-യിൽ ദേഷ്യപ്പെട്ട ആളുകൾ അവൾ ഭയപ്പെട്ടതിലും കുറവായിരുന്നു. തുടർന്ന് നിന്ന ഒരാൾ സ്വയം മറ്റാരെക്കാളും 10 ഇരട്ടി വിലപ്പെട്ടവളായിരുന്നു. മാത്യുവും സമാനമായ എന്തോ ശ്രദ്ധിച്ചു. അസഹനീയമായ ആവൃത്തിയിൽ അയാളെ സന്ദർശിക്കാറുണ്ടായിരുന്ന മുറിയുടെ സ്വപ്നം മങ്ങാൻ തുടങ്ങി. അതിന്റെ സ്ഥാനത്ത് സ്ഥിരമായ ഒരു വിളക്കാൽ പ്രകാശിക്കപ്പെട്ട ഒരു പാലം പ്രത്യക്ഷപ്പെട്ടു. ആ പാലത്തിന്റെ അറ്റത്ത് ഒരിക്കൽ അയാളെ ഭയപ്പെടുത്തിയ ആ യുവരൂപം ഇനി നിഴലിൽ നിന്ന് ഓടിക്കുകയോ നോക്കുകയോ ചെയ്യുന്നില്ല. അതയാളുടെ അരികിൽ നടന്നു. ഇത് മാജിക്കല്ല, ഇത് വീണ്ടെടുക്കപ്പെട്ട മാനസിക ഊർജമാണ്. ഇനി ഭയത്തിലൂടെയും വേദനയിലൂടെയും സംസാരിക്കേണ്ടതില്ലാത്തതിനാൽ ആശ്വാസം തോന്നുന്ന നിഴൽ. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലൊരിളക്കം, ഒരു നിശബ്ദമായ വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു പ്രധാന കാര്യം പറയട്ടെ. നിങ്ങൾ വൈകിയിട്ടില്ല, നിങ്ങൾ തകർന്നിട്ടില്ല. ശരിക്കും കാണാൻ കണ്ണുള്ള ആർക്കും വേണ്ടി നിങ്ങൾ വളരെ അധികമല്ല. ലോകത്തിന്റെ മാനസികാവസ്ഥയെ ആശ്രയിക്കാത്ത ഒരു ഭാഗം ആരംഭിക്കാൻ നിങ്ങൾക്കിനിയും സമയമുണ്ട്. സ്വയം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കിനിയും സമയമുണ്ട്. ആ മുഖമില്ലാത്ത കണ്ണാടിയിൽ നിങ്ങളുടെ നോട്ടം പിടിക്കാൻ നിങ്ങൾക്കിനിയും സമയമുണ്ട്. ഒടുവിൽ മനസ്സിലാക്കാൻ പകുതി തുറന്ന വാതിലിന് പിന്നിൽ കാത്തിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ തന്നെയാണെന്ന്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും ശരിയാണ്. അതിനെ കൈപിടിച്ചുയർത്തുക. ഭയവും ഉൾപ്പെടും. അത് സമന്വയിപ്പിക്കപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് നയിക്കുന്നത് നിർത്തുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു രൂപാന്തരപ്പെടുത്തുന്ന ഉപദേശം വാഗ്ദാനം ചെയ്തു. ഒരൊറ്റ വാക്യത്തിൽ നിങ്ങൾക്കൊരു നങ്കൂരമായി ആവർത്തിക്കാവുന്ന ഇതാ അത്. നിങ്ങൾ തേടുന്ന സമാധാനം നിങ്ങളുടെ നിഴലിനെ പരാജയപ്പെടുത്തുന്നതിന്റെ മറുവശത്തല്ല. അത് ഓടിപ്പോകാതെ അതിനെ പിടിച്ചു നിർത്തുന്നതിന്റെ മറുവശത്താണ്. അതാണ് വ്യക്തിത്വം. നിങ്ങൾ ശരിക്കും ആരാണെന്ന് മാറുക. മറ്റുള്ളവർക്ക് നിങ്ങളായിരിക്കണമെന്നാവശ്യമുള്ള ആളല്ല. ഇന്ന് തുടങ്ങുക. വിരാമം പരിശീലിക്കുക. ബുദ്ധിയും ചരിത്രവുമുള്ള ഒരു രൂപമായി നിങ്ങളുടെ വികാരത്തോട് സംസാരിക്കുക. പരമാധികാരത്തിന്റെ ഒരു ഏറ്റവും കുറഞ്ഞ പ്രവൃത്തി ചെയ്യുക. ആവർത്തിക്കുക. നിശബ്ദത എങ്ങനെ ശൂന്യത അനുഭവപ്പെടുന്നത് നിർത്തി സാന്നിധ്യമായി തോന്നാൻ തുടങ്ങുന്നുവെന്ന് കാണുക. പതുക്കെ പതുക്കെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്വന്തം വിളക്ക് കത്തിക്കുന്നുവെന്നും നിങ്ങളുടെ പാത പ്രകാശിപ്പിക്കാൻ ഇനി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ലെന്നും നിങ്ങൾ കാണും. ഈ അന്വേഷണം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചലിപ്പിച്ചെങ്കിൽ ആ ചലനത്തെ ഒരു ബോധപൂർവമായ ആംഗ്യമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്കൊരുമിച്ച് നടത്തം തുടരാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രതികരിക്കുന്നത് നിർത്തി സ്വയം തിരഞ്ഞെടുക്കാൻ തയ്യാറായ ഒരാളുമായി ഇത് പങ്കിടുക. നിങ്ങൾ നിങ്ങളുടെ നിഴലുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ എന്താണ് കണ്ടെത്തിയതെന്ന് കമന്റുകളിൽ എന്നോട് പറയുക. നിങ്ങൾക്കിപ്പോൾ തന്നെ അത് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സമാധാനത്തെ തിരഞ്ഞെടുക്കുന്നു എന്നെഴുതുക. അതുവരെ ഇതോർക്കുക. നിങ്ങളുടെ ഇരുണ്ട വശത്തേക്ക് നോക്കാൻ നിങ്ങൾ ധൈര്യം പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ അപകടകാരിയാകുന്നില്ല. നിങ്ങൾ കൂടുതൽ സ്വതന്ത്രരാകുന്നു. യുങ്ങിൻ്റെ ഭാഷയിൽ സ്വാതന്ത്ര്യം എപ്പോഴും സമാധാനത്തിലേക്കാണ് നയിക്കുന്നത്.